ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. നല്ല മഴയൊക്കെ പെയ്ത് 2 ദിവസം നല്ല വെയിലായിരുന്നു. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. അന്നേരത്തേന് ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ചെടികളെല്ലാം നല്ല നനഞ്ഞ് കുതിർന്നിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് ഓർത്തുകൊണ്ട് ഞാനൊരു വീഡിയോ എടുത്താട്ടോ. ഇതുകൊണ്ടോ ഈ ചെടിയിലെ പൂവൊക്കെ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ കേട്ടോ രാവിലെ. ഇതുകൊണ്ടോ മരത്തിലൊക്കെ വെള്ളത്തുള്ളിയുണ്ട്. ഈ പച്ച മരം കാണാൻ എന്നെ രസം നോക്കി. ഇത് അമ്പാടിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ജൂൺ 5-ന് പരിസ്ഥിതി ദിനത്തിൻ്റെ അന്ന് അവന് സ്കൂളിൽ നിന്ന് കിട്ടിയത്. ഇപ്പോൾ 2 വർഷമായി, ഇത്രയും ആയി വന്നതേ ഉള്ളൂ. ഇത് എന്നാ മരമാണെന്നൊന്നും അറിയത്തില്ല. കണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട്. ഞാൻ നിങ്ങളെ എൻ്റെ നീല ശംഖുപുഷ്പത്തെ പൂവിട്ടെ. ഇതുണ്ടോ കാണാവോ? കണ്ടോ നീല ശംഖുപുഷ്പത്തെ ഇന്ന് പൂവിട്ടോ. ഇതിൻ്റെ വെള്ളമൊക്കെ ഇടയ്ക്കൊക്കെ ഞാനൊക്കെ തിളപ്പിച്ച് കുടിക്കും കേട്ടോ. നല്ല രസമല്ലേ ഈ ചെടികളെല്ലാം നനഞ്ഞ് നല്ല മഴ പെയ്തിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് ലക്കി ബാമ്പൂ. ഈ ലക്കി ബാമ്പൂവിൻ്റെ 4 സൈസ് എനിക്കുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ ഇലയിൽ കൂടെ ഒരു വരയുണ്ട്. ഇതല്ലാതെ മഞ്ഞയാണ് ഇത്. ഇതല്ലാതെ ഒരു വെള്ളയിൽ പച്ചയും കൂടെ ചേർന്നത്. പിന്നെ ഇതുണ്ടോ, ഇത് പച്ച കളറ് മാത്രമുള്ളത് ലക്കി ബാമ്പു. ഇവിടെ ഞാനിങ്ങനെ 4 സൈസുണ്ട്. 4 സൈസ് ഞാനിങ്ങനെ നട്ട് വെച്ചേക്കും കേട്ടോ. ഇത് എന്നാ ഉണ്ടോ ഇല്ലി, ഇത് വെള്ളയില്ലി കണ്ടോ. ഇത് ഞങ്ങളുടെ കുളത്തിനകത്ത് ഇങ്ങനെ ഹെപ്പിയേ ഉള്ളൂ കേട്ടോ. വേറെ മീനൊന്നുമില്ല, ഹെപ്പി മാത്രമുള്ളൂ. ഇതിനകത്ത് ഇങ്ങനെ ഇതുണ്ട്. ഇതുപോലത്തെ ഈ പായൽ നല്ല ഇത് മീൻ തിന്നുന്നത്. മീനിന് വേറെ തീറ്റയൊന്നും കൊടുക്കണ്ട, ഈ പായൽ തിന്നോളും മീൻ. കണ്ടോ, ഇവിടെ ഇങ്ങനെ അടുങ്ങി കിടന്നോളൂ കേട്ടോ. രാവിലെ ചുമ്മാ ഒരു വീഡിയോ എടുത്തു കേട്ടോ. എൻ്റെ കോളാമ്പി ചെടിയെ പൂവിട്ടു കേട്ടോ. കോളാമ്പി പൂ കേട്ടോ. നല്ല രസം നോക്കി, ഇതിൻ്റെ മഞ്ഞ കളറ് കാണാനായിട്ട് നല്ല ഭംഗിയല്ലേ. ഇതുണ്ടോ 2 പൂവേ ഇട്ടുള്ളൂ. ഇനി കോളാമ്പിയുടെ പൂ വിരിയുന്ന സമയമാണ് കേട്ടോ ഇനി. കണ്ടോ രാവിലെ നല്ല മഞ്ഞുവെള്ളമൊക്കെ വീണ് ഇങ്ങനെ ഇരിക്കുക. നല്ല ഭംഗിയല്ലേ. അപ്പം ടാറ്റാ.